വേറൊരു സിറ്റിയിലേക്ക് ട്രൈപോഡ് പോലത്തൊരു സംഭവം എത്തിപ്പെടും. നിമിഷ നേരം കൊണ്ട് അത് അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. അതിന്റെ ലൈറ്റ്നിങ് എഫക്റ്റ് കൊണ്ട് ജനങ്ങൾ വാനിഷ് ആകാൻ തുടങ്ങും. റേ തന്റെ മക്കളെയും കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്നൊക്കെ അവന്റെ മക്കൾ പറയുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയിട്ട് റേ തന്റെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അമ്മയെ നമുക്ക് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, ഇന്നെന്തായാലും സേഫായിട്ട് വീട്ടിൽ സ്റ്റേ ചെയ്യണമെന്ന് അയാൾ മക്കളോട് പറയും. അന്ന് രാത്രി അവരുടെ വീടിന് പുറത്ത് നല്ല ബഹളം ഉണ്ടാവുകയാണ്. ഇടിയും മിന്നലും എല്ലാം കൂടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിറ്റേ ദിവസം റേ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് അവിടെ വീടിന് പുറത്ത് കിടക്കുന്നുണ്ട്. ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ റേക്ക് ഒരു TV ഷോ ടീം കാണിച്ചു കൊടുക്കുകയാണ്. ട്രൈപോഡ് പോലുള്ള ഒരു മെഷീൻ യൂസ് ചെയ്ത് ആ സിറ്റിയിൽ ഒരു ഏലിയൻ അറ്റാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റേ മക്കളെയും കൊണ്ട് അവരുടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് വണ്ടി നിർത്തുമ്പോൾ അവന്റെ മകൾ ഒരു പുഴയുടെ തീരത്തേക്ക് പോകും. ആ പുഴയിലൂടെ ഒരുപാട് ശവശരീരങ്ങൾ ഒഴുകി വരുന്നത് അവള് കാണും. റേ ഇത് കണ്ട ഉടനെ മകളുടെ മുഖം